അപ്പോൾ നമ്മളങ്ങനെ ഇങ്ങോട്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മുടെ അച്ഛനെ കൃഷി ചെയ്യുന്നൊരു സ്ഥലമുള്ളത് നടുമാട് എന്നാണ് ആ സ്ഥലത്തിന് പറയാം. അച്ഛൻ കൃഷി ചെയ്യുന്ന സ്ഥലം അച്ഛനൊന്ന് കാട്ടി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചാനൽ കുഞ്ഞൂസ് ടിപ്സ് എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. ഈ ഒരു സ്ഥലത്തിന് കൊടിക്കൽ എന്ന് പറയാം. നല്ല വെയിലാണ്. പുഴയിലെ വെള്ളം തന്നെ അത്യാവശ്യം ചൂടാണ്. വേനൽ അവസാനമായതുകൊണ്ട് പുഴയത്തെ വെള്ളമൊന്നും ഒഴുക്കിലിട്ടും. നമുക്കാക്കണ നേരെ ഇനി അവിടെ പോകണം. അങ്ങനെ ഇനി നമ്മൾ ഒട്ടും സമയം കളയില്ല, നേരെ ഈ വീഡിയോ അങ്ങോട്ട് കാണാം. കൂടെ നല്ല അടിപൊളി സ്ഥലം. നേരെ വെളുക്കാൻ വേണ്ടി കാത്തിരിക്കണ ഒരു കളങ്കമില്ലാത്തൊരു നല്ലൊരു കൃഷിക്കാരനായിരുന്നു അച്ഛൻ. നേരം പുലരും മുമ്പേ അച്ഛന് വാഴത്തോട്ടത്തിൽ എത്തണം. അതിനുവേണ്ടി നേരത്തെ എണീക്കും. അതിനുവേണ്ടി ഉടുക്കാനൊരു തോർത്തും തലയിൽ കെട്ടാൻ മറ്റൊരു തോർത്തും പിന്നെ ഒരു ഷർട്ടും പിന്നെ മൂർച്ചയുള്ള നല്ല അരുവകത്തിയും. ദിവസം മൂർച്ച കൂട്ടിയിട്ട് പോവുള്ളൂ. പിന്നെ അച്ഛനെ മുറുക്കാൻ പൊതി എടുക്കാൻ ഒട്ടും മറക്കാറുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് കുടിക്കാൻ ഒരു കുപ്പിയിൽ നല്ല കട്ടൻ ചായ. കൈക്കോട്ട് പിന്നെ വാഴത്തോട്ടത്തിൽ തന്നെ ആയതുകൊണ്ട് അത് ഇവിടുന്ന് കയറ്റേണ്ട ആവശ്യത്തിന് വരാറില്ല. ഏകദേശം 1 കിലോമീറ്ററോളം പോകണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു അച്ഛൻ പണിക്ക് പോകുന്നതിന് മുമ്പേ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ. ഇനി നമുക്ക് ആ കാഴ്ചകളൊന്ന് കണ്ട് മടങ്ങി വരാം. രണ്ടാം കൂടി റെഡി 1 2 3. ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കണമേ എന്ന് ഉത്ബുദ്ധനായ വോട്ടർമാരോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുക. അപ്പം ഞങ്ങൾ കടയിൽ നിന്ന് ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിയിട്ട് പോവാണ്. 1 കിലോമീറ്ററോളം നടക്കണം. നമ്മുടെ പെങ്ങളെ കുട്ടിയാണ് വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും ഒരുപാട് റബ്ബർ മരങ്ങൾ. ഈ ഒരു ഏരിയ മൊത്തമായിട്ട് റബ്ബറാണ്. ഏക്കർ കണക്കിന് ഉണ്ട്. ഈ ഒരു വഴിയിൽ നിന്ന് അച്ഛന് പുഴയ്ക്ക് പോയിന്ന്. അപ്പോൾ അതുവഴി തന്നെ പോയി നോക്കാം. കട്ട വേനലിൻ്റെ സമയമായതുകൊണ്ട് മരങ്ങളും ചില്ലകളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയാൽ കാട്ടുവഴികളെ, കാട്ടുവഴിയിലെ ചിക്കുക. അതൊക്കെ ഇതുണ്ടോ? ഇതിലും കേട്ട് നേരെ 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 സ്ട്രൈറ്റ്. ഇതൊക്കെ ഇവിടുത്തെ തൊഴിലുറപ്പ് പണിക്കാർ കെട്ടിയുണ്ടാക്കിയ വരമ്പാണ്. ഏകദേശം പുഴേൻ്റെ അടുത്തെത്തി. ഇനി അങ്ങോട്ട് താഴേക്കങ്ങോട്ട് ഇറങ്ങാം, നേരെ പുഴയിലേക്ക്. ഇതിലെ പണ്ടൊരു വഴി ഉണ്ടായിരുന്നു. എന്തുണ്ട് ഒരു വഴി ഉണ്ട് അറിയാം. ഏകദേശം ഒരു 9 വർഷത്തോളം ഇവിടെ പുഴയിൽ അച്ഛൻ വാഴക്കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പം സുഖമില്ലാത്തതുകൊണ്ട് ഇതുവഴിയൊന്നും വരാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ എടുത്ത് അച്ഛന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ചടി അടിക്കൊന്ന് പാഞ്ഞ ഇത് കണ്ട നിങ്ങൾ, എന്താ ഭംഗി. ചാലിയാറും ഇതിൻ്റെ ഒരു ചുറ്റുപാടും. ഇതാഴുന്നില്ല. വെള്ളത്തെത്തുമ്പോ അതിലാക്കണ വയ്ക്കണോ? Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young, it has just begun.
ഒന്നാട് ചാട്. എവിടുന്ന്? അപ്പം എൻ്റെ കയ്യിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഉണ്ടെങ്കിൽ കാണണം. മോള് പോയേക്കണോ? മോള് പോയേക്കണം നീ? മഴക്കാലം വന്നാൽ ഈ തോട് ഇതുപോലെ ചാടിക്കടന്ന് പോകാൻ കഴിയില്ല. ഈ തോടൊക്കെ നിറച്ച് വെള്ളമായിരിക്കും. ഇവിടെ അച്ഛന് മാത്രമല്ല കേട്ടോ വാഴക്കൃഷി ഉണ്ടാക്കുന്നത്, വേറെ കുറേ ആൾക്കാരും ഉണ്ടാക്കിയിട്ടുണ്ട്. ചില മഴക്കാലത്ത് പുഴയിൽ വെള്ളമേറിയിട്ട് ഈ ഭാഗങ്ങളൊക്കെ മൂടിയിട്ട് വാഴ കുറേ ഒലിച്ചു പോയ കാലം വരെ ഉണ്ടായിട്ടുമുണ്ട്. ഒരുപാട് നഷ്ടം തന്നെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം. ഒരു മഴക്കാലത്ത് മഴ പെയ്തിട്ട് ഈ ഭാഗങ്ങളൊക്കെ വെള്ളം മൂടി, എന്നിട്ട് മണൽത്തൂണി കൊണ്ടുവന്ന് വാഴക്കൊലയിൽ വെട്ടിയിട്ടിട്ട് അങ്ങനെ കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട്. എന്നൊരുപാട് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥലമാണ് നടുമാട്. ഈ നടുമാട് എന്ന് പേര് വരാൻ കാരണമുണ്ട്. ഒരു ഭാഗത്ത് നമ്മളെ ചാലിയാറാണ്, ഇപ്പുറത്ത് ചെറിയൊരു തോടുണ്ട്. ഒരു ഭാഗം ഇങ്ങനെ ആ സെൻറ്ററിൽ കിടക്കുകയാണ്. ഇവിടെ ഒരു ഫുള്ള് വാഴയാണ് ഇവിടെ, മറ്റൊരു കൃഷി ഇവിടെ ഇല്ല. എന്നിട്ട് ആ തലക്കിൽ വരെ ഉണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. പച്ചിന് കൃഷി ചെയ്ത സ്ഥലം കാണാം. എടുക്കുക എന്താണ് വാഴക്ക് ഇത് ഡീസലാണ്. ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്തുണ്ടാവും. അങ്ങനത്തെ ഒരു തരം മണൽ കൂടിയൊരു മണ്ണാണ്. പിന്നെ നമ്മളെ കൈക്കോട്ട് കൊണ്ട് നല്ലതുപോലെ കളച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലതുപോലെ നനച്ചു കൊടുക്കണം. പിന്നെ ഈ വാഴകൾ നനക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് പൈപ്പാണിത്. വെയിൽ കൊള്ളാതിരിക്കാൻ ഇവിടെ 2-3-4 ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മറ്റു കൃഷികളൊക്കെ ഇവിടെ ചെയ്യുക, പക്ഷെ കൂടുതലായിട്ട് ഈ വാഴ തന്നെയാണ്. കർക്കിടകം കഴിഞ്ഞ് ഒരു ചിങ്ങം കന്നിയിൽ തുടങ്ങും ഇവിടെ വാഴ വെക്കാൻ. എങ്കിലേ പിന്നെ മഴക്കാലം വരുമ്പം ഇവിടെയൊക്കെ മൂടുന്നതിൻ്റെ മുമ്പേ വാഴ വെട്ടി എടുത്ത് വിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചാലിയാർ വെറുതെ വിടില്ല, ഈ ഭാഗങ്ങളൊക്കെ മൂടും. ഇപ്പോൾ ഏകദേശം ഒരു പകുതി വാഴകൾ വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഇതിൽ വെട്ടി എടുക്കാനുണ്ട്. ഇവിടെ നന്നായി വിളയും, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അച്ഛന് വാഴ വെച്ച സ്ഥലത്തിപ്പം മറ്റോരോ വാഴ വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക സുഖം, നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. ഞാനും അച്ഛൻ്റെ കൂടെ ഇവിടെ വന്നിട്ട് അച്ഛനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ അമ്മയും പോരും കേട്ടോ. ഇവിടെ ഇപ്പം മൊത്തം വാഴേൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 10,000-2,000 വാഴ എന്തായാലും ഉണ്ടാവും. To feel the fire, we rise like ഇതുണ്ട് നിങ്ങൾ വാഴ നനക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അച്ഛൻ വാഴ വെച്ചിരുന്ന സ്ഥലത്ത് എത്തി. ഈ ഒരു സ്ഥലത്ത് നിന്ന് അച്ഛനെ കൃഷി ചെയ്യുന്നു. ഇവിടെ വേറെ ആള് വാഴ വെച്ചിട്ടുണ്ട്. കാരണം അത്രയും റിസ്ക്കിലാണ് അച്ഛനിവിടെ. ചുരുക്കി പറഞ്ഞാൽ ഒരു 9 വർഷത്തോളം തുടർച്ചയായിട്ട് ഇവിടെ വാഴ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് വാഴ വെച്ചിട്ട് ആ തോട് കടന്ന് അങ്ങോട്ട് ഏറ്റി കൊണ്ടുപോകണം. 2 തോടിലും ഓരോ വാഴക്കൊല വെച്ചിട്ട് റിസ്ക്കുള്ളൊരു കാര്യം തന്നെ ആയിരുന്നു. ഒരു 100-150 വാഴ അച്ഛവിടെ വെച്ചിട്ടുണ്ടായിരുന്നു.
ആ ഒരു 9 വർഷത്തോളം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals. നേരം പുലരും മുമ്പേ ഇവിടെ എത്തും അച്ഛന്. വെയിൽ ചൂടാണതിന് മുമ്പേ കുളിച്ച് നേരെ വീട്ടിലേക്കും. അപ്പോൾ ഇത് നമ്മളെ പെങ്ങളെ ചെക്കനാണ്, മകനാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം അച്ഛനെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. Let's beat to the city streets. We began to feel the fire. പുഴയിൽ വെള്ളമേറിയാൽ മാത്രമല്ല വാഴക്ക് നാശം സംഭവിക്കുന്നത്. ചില കാലഘട്ടത്തിലുള്ള ചില സമയങ്ങളിലുള്ള അതിഭീകരമായ കാറ്റും വാഴക്കൃഷിക്ക് നാശം വരുത്താറുണ്ട്. ആ ഒരു സമയത്ത് വാഴേനെ കയറ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര പിടിച്ചിട്ടും കാര്യമില്ല. കാറ്റ് കൊണ്ടോ പോകാൻ വിചാരിച്ചാൽ കാറ്റ് കൊണ്ടോ എന്ന് ചെയ്യും. ഇനി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇവിടുത്തെ വിശേഷം കഴിഞ്ഞു. ഇനി നമുക്ക് വാഴ വിളവെടുക്കുമ്പോൾ അത് കൊണ്ടുപോയി റോട്ടിൽ വെക്കണ ആ വഴി ഒന്ന് കാണാം. ഇപ്പോൾ ഇത് പറഞ്ഞിപ്പം ഇല്ലല്ല, ഇവിടെ ഒരു മരമുണ്ട്. ആ കണ്ണിൻ്റെ പിരിയോനേ റഹ്മാനേ പിരിയോനേ റഹീമി. ഏകദേശം അവിടെ നിന്ന് വാഴ വെട്ടിയാലേ അങ്ങനെ കൊണ്ടുവരും കൊല. 2 തൊള്ളും 2 കൊല ഉണ്ടാവും. ഇതിലങ്ങോട്ട് ആ കയറ്റം അങ്ങോട്ട് കയറിയിട്ട് അപ്പുറത്തെ റോഡാണ്, അവിടെ അങ്ങോട്ട് കൊണ്ടെത്തി ഞാനും കൂടി കൊടുക്കും. ഇപ്പം നാളെ അങ്ങനത്തെ ഇറങ്ങിയിട്ടുണ്ടോ ചേർന്നുണ്ടോ നോക്കാൻ പാടുണ്ടല്ലോ. അപ്പം ഇതിലങ്ങോട്ട് കയറ്റലാണ് വാഴക്കൊല. വലിയ വഴിയുണ്ട്. പണ്ട് വഴയൊക്കെ ഉണ്ടായിരുന്നു, ആ വഴയൊക്കെ പോയി. എന്തായാലും അങ്ങനെ റിസ്ക് എടുത്ത് ഇതിൽ കയറുകയാണ്. ഇതിൽ വീഡിയോ പാക്കി ഇത് കിട്ടിയില്ല. പോയില്ല നമുക്ക് കൊഞ്ഞ് സത്യം പറഞ്ഞാൽ ആകെ കൊഞ്ഞാണ്, ആകെ ക്ഷീണിച്ചു. പിന്നെ അവിടെ ഒരു കവുങ്ങുതോട്ടമുണ്ട്, അവിടെയും അച്ഛൻ ഇതേപോലെ വാഴ വെച്ച് പോന്നിരുന്നൊരു സ്ഥലം. ഇന്ന് അവിടെ ഒരു ചെറിയൊരു കുളമൊക്കെ ഉണ്ട്, മണ്ണും കുളം. അപ്പോൾ അവിടേക്ക് തൽക്കാലം പോകണില്ല, വീട്ടിൽ പോവാണ്. ആകെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരോ കവുങ്ങൊക്കെ മുറിച്ച് വെച്ച് ചീന്തി വെച്ചിട്ടുണ്ട്. എന്തിനും വർഗം വീടോ എന്തെങ്കിലും ഉണ്ടാക്കാനായിരിക്കും. പിന്നെ ഇവിടെ പഴയൊരു മോട്ടറുണ്ട്, കുറേ വർഷം പഴക്കമുള്ളതാന്ന് തോന്നുന്നു. ചിലപ്പോൾ നന്നാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഇട്ട് പോയതായിരിക്കും. ആ കാണുന്ന സ്ഥലത്തുനിന്ന് വാഴക്കൊലയേറ്റി ഇതുവഴിയാണ് കൊണ്ടുപോവാറ്. ചിലപ്പോൾ അച്ഛനെ പകുതി വരെ കൊണ്ടുവന്ന് വരും,
പകുതിയിൽ നിന്ന് അങ്ങോട്ട് റോഡ് വരെ ഞാനും കൊണ്ടുപോകും. എന്തായാലും ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പം അച്ഛന് സുഖമില്ല. അപ്പോൾ ഇതാണ് റോഡ്. വാഴക്കൊല ഈ ഭാഗത്ത് കൊണ്ടുവന്ന് ആണ് വെക്കാറ്. എന്നിട്ട് ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് നേരെ ടൗണിൽ കൊണ്ടുപോയി കൊടുക്കും. ഇപ്പോൾ ഒരു വെയിലാണ് മക്കളെ. നേരെ വീട്ടിൽ ചെന്നിട്ട് വേണം കുറച്ച് വെള്ളം കുടിക്കാൻ. വിഷ്ണു ആണെങ്കിലോ വെള്ളത്തിന് വേണ്ടി ഓടുകയാണ്, എന്നെ കാത്തിക്കാതെ. നോക്കടാ. ഞാനൊരു കാര്യം പറയട്ടെ, സത്യം പറയാം. നമ്മുടെ അച്ഛനമ്മമാർക്ക് ഉണ്ടാവില്ലേ, വയ്യെങ്കിൽ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടാവില്ലേ? ഉണ്ടാവണം. നമ്മളോടത് പറയില്ല എന്നുള്ളൂ. അങ്ങനെ നമ്മൾ പുഴയ്ക്ക് പോയ അതേ സ്ഥലത്ത് തിരിച്ചെത്തി. ഇപ്പോൾ ഒരു റൗണ്ട് അടിച്ച് പോരുകയാണ്. ഈ ഒരു വഴിയാണ് ഞാനും വിഷ്ണു കൂടി പോയപ്പോൾ അവൻ്റെ കയ്യിലൊരു കവണുണ്ടായിരുന്നു. അതൊക്കെ കീശേന്ന് ചാടിപ്പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. വീട്ടിലെത്തി ഞാൻ അച്ഛൻ ഒരുപാട് കാലം കൃഷി ചെയ്ത് പോന്ന ആ സ്ഥലം കാട്ടിക്കൊടുക്കാൻ മറന്നില്ല. പോയി കാണാൻ കഴിയില്ലെങ്കിലും ആ സ്ഥലമൊക്കെ ഇങ്ങനൊരു രീതി കണ്ടപ്പം അച്ഛനെ ഒരുപാട് സന്തോഷമായി. അച്ഛനെ ഈ സ്ഥലങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധയോടെ തന്നെ കണ്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടം തോന്നി, സന്തോഷം തോന്നിയ നിമിഷം. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young, it has just begun as she puts her hand